പത്തനംതിട്ട സീറ്റിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? പത്തനംതിട്ട മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന വികസനം യാതൊന്നും ഒരു പ്രൊജക്റ്റുകളും ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. 15 വർഷക്കാലം പത്തനംതിട്ടയ്ക്ക് നഷ്ടപ്പെട്ട വികസന മുന്നേറ്റം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാകെ ഏറ്റെടുത്ത് നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടാനായത് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിലാണ് പോകുന്നത്. ഈ മണ്ഡലത്തിലെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? മണ്ഡലത്തിൻ്റെ വികസനം തന്നെയാണ്. കാരണം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളായ MLA-മാർ അവരുടെ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന കിഫ്ബി ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അതിനനുസൃതമായി ആവശ്യപ്പെടുന്ന എല്ലാ പദ്ധതികൾക്കും ആവശ്യമായ തുക അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശബരിമല അടക്കമുള്ള വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശബരി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഗവൺമെൻറ് നേതൃത്വത്തിൽ. അപ്പോൾ അതിൻ്റെ അനുമതിയായി അതിൻ്റെ മറ്റ് ഇതര പ്രവർത്തനങ്ങളിലേക്ക് നടത്തുന്നു. കിഫ്ബി മുഖാന്തരം പത്തനംതിട്ടയിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡോക്ടർ തോമസ് ഐസക്കാണ് കിഫ്ബി കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നടപ്പാക്കിയ ബഹുഭൂരിപക്ഷം വികസന പ്രവർത്തനങ്ങളുടെയും ഒരു കാരണഭൂതനായത് ഐസക്കിൻ്റെ കിഫ്ബി പദ്ധതിയിലൂടെയാണ്. സ്വാഭാവികമായും ആ വികസന മുന്നേറ്റത്തിന് അദ്ദേഹത്തിന് തന്നെ ജനങ്ങൾ അംഗീകാരം നൽകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പത്തനംതിട്ടയിലെ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട്? പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളാണ്. അവിടെ അടൂര്, കോന്നി, റാന്നി, ആറന്മുള, തിരുവല്ല ഉൾപ്പെടെയുള്ള 5 മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കം ലഭിക്കും. സ്വാഭാവികമായും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ് പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി. അത് മുൻപ് UDF-ന് വലിയ മുന്നേറ്റം നൽകിയ മണ്ഡലങ്ങളായിരുന്നു. എന്നാൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതോടുകൂടി കോട്ടയം ജില്ലയുടെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം നൽകാൻ കഴിയുന്ന നിലയിലുള്ള ഒട്ടനവധി വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കം ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ലഭിക്കുമെന്നാണ് കരുതുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടോ? ജോസഫ് വിഭാഗത്തിന് വലിയ സ്വാധീനം ഇല്ല. കാരണം കേരള കോൺഗ്രസ് M-നാണ് ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ളത്. അനിൽ ആന്റണിയും AK ആന്റണിയുടെ രാഷ്ട്രീയ നാടകമാണ് കളിക്കുന്നതെന്ന് അഭിപ്രായമുണ്ടോ? തീർച്ചയായും. കാരണം ആന്റണി തന്നെയാണ് മകനെ പറഞ്ഞ് BJP-യുടെ പാളത്തിലേക്ക് വിട്ടത്. കാരണം ഇപ്പോൾ ലീഡറുടെ മകള് BJP-യുടെ ഭാഗമായി. അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ്സായി നിൽക്കുന്ന ആളുകളെല്ലാം നാളെ BJP-യുടെ ഭാഗമാകുമെന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ നാളിതുവരെ തെളിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലാകെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും വിവരവും ബോധവുമുള്ള ജനങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് വന്നത് എത്രമാത്രം ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് M-ൻ്റെ വരവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് വലിയ പ്രതീക്ഷയാണ്. കാരണം അവരുടെ ഇടത്തരം കൃഷിക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റബ്ബർ മേഖലയിൽ റബ്ബറിൻ്റെ വിലയിടിവ്, അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച. അപ്പോൾ ഇതിനെല്ലാം പ്രതിവിധിക്ക് വേണ്ടി പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരേ മനസ്സോടുകൂടി ഇടപെടുകയാണ്. സ്വാഭാവികമായും റബ്ബറിൻ്റെ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെയുള്ളത് വർദ്ധിപ്പിച്ച് നൽകാനും അതിനുവേണ്ടി റബ്ബർ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫാക്ടറി അടക്കം തുടങ്ങുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന കൃഷിക്കാർ
അവർ ഇടത്തര വിഭാഗത്തിലുള്ള ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി മാറ്റം കൊതിക്കുന്ന നിലയിലാണ് പ്രവർത്തനം നയിക്കുന്നത്.